ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് എല്ലാവരും ചെയ്യുന്നൊരു റെസിപ്പി തന്നെയാണ്. ചക്കക്കുരും മുരിങ്ങയും ചേർത്തിട്ടൊരു കറിയാണ്. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നാട്ടിൻപുറങ്ങളിൽ ചക്ക സീസൺ ആയാൽ എല്ലാവരും ഉണ്ടാക്കുന്നൊരു കറിയാണിത്. എല്ലാവരും ചെയ്യുന്നത് തന്നെയായിരിക്കും. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ ഞാൻ ചെയ്യുന്നതിലെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഞാൻ ചക്കക്കുരു ഒരു 10 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. തൊലി കളഞ്ഞ് 4ആയിട്ട് കീറിയിട്ട് കുത്തനെ എങ്ങനെ കീറിയിട്ട് വെച്ചിട്ടുണ്ട്. കംപ്ലീറ്റ് തൊലിയൊന്നും കളയണമെന്നില്ല, പുറത്തുള്ള വെളുത്ത തൊലി കളഞ്ഞാൽ മതി. ഇതിലേക്ക് 2 വെളുത്തുള്ളി അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നമ്മൾ ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇട്ടതാണ്, നിർബന്ധമില്ല. ഒരു പച്ചമുളക് നടുകെ കീറിയിട്ടിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിത് കുക്കറിലൊന്ന് വേവിക്കണം. നന്നായിട്ട് കുക്കറിൽ വേവിച്ചതിന് ശേഷം ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് ഞാൻ വേവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വെറുതെ സ്പൂൺ വെച്ചിട്ട് ഉടച്ചാലും ഉടയുന്ന രീതിയിലാണുള്ളത്. ഇനി നമുക്ക് മുരിങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളമേ ഉള്ളൂ കേട്ടോ. ചക്കക്കുരു ഞാൻ കുറച്ചൊരു 1/2 കപ്പ് വെള്ളത്തിലാണ് വേവിച്ചത്. ആ വെള്ളം തന്നെ ഉള്ളൂ അതിൽ. മുരിങ്ങ വേവാനും ആ വെള്ളം തന്നെ മതിയാവും. മുരിങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അരപ്പ് റെഡിയാവുന്ന വരെ ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളത്തിലൊന്ന് മുങ്ങിക്കോട്ടെ അത്. എന്നിട്ട് അടച്ച് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് റെഡിയാക്കാം. ഞാനൊരു 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചുവന്നുള്ളി ഞാൻ 2 കഷ്ണാക്കിയതാണ്. ചുവന്നുള്ളി അല്ലി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്. ചെറിയ ജീരകം ഇട്ടാൽ മതി, ഞാൻ പൊടിയാണ് ഇടുന്നതെന്നേ ഉള്ളൂ. അത് നന്നായിട്ട് അരച്ചെടുത്തു. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ചേർക്കാം. അരക്കണ കൂട്ടത്തിൽ തന്നെ മുളക് പൊടി ചേർക്കാം. ഇപ്പോൾ അതാ മുരിങ്ങ ഒരുവിധം വെന്തിട്ടുണ്ട്. മുരിങ്ങയ്ക്ക് ഒരുപാട് വേവൊന്നുമില്ല. എങ്കിപ്പോൾ നമ്മൾ അരപ്പ് റെഡിയാവുന്ന വരെ അത് വെന്തുകൊണ്ടിരിക്കുക തന്നെയായിരുന്നു. ഒരു മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അരച്ചത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അരക്കണ കൂട്ടത്തിൽ തന്നെ മുളക് പൊടി ഇടുകയായിരിക്കും ഏറ്റവും നല്ലത്. ഞാൻ പക്ഷേ അപ്പോൾ ഇടാൻ വിട്ടുപോയി. ഇനിയിപ്പോൾ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇടണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്. 2 പച്ചമുളക് ഇടുകയാണെങ്കിൽ അതിന് അത്യാവശ്യം എരിവുണ്ടാവും. ഞാനിപ്പോൾ ഇവിടെ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരക്കണ കൂടെ ഇടുകയാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഞാൻ ചെയ്തത് അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു കറിയാണ്. ഒരുപാട് ലൂസായിട്ടുള്ള കറിയാണ് വേണ്ടതെങ്കിൽ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഉപ്പ് കുറവുണ്ടോ നോക്കുക. നമ്മൾ ചക്കക്കുരു വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ചിലരൊന്നും ചക്കക്കുരു വേവിക്കുമ്പോൾ ഉപ്പ് ഇടില്ല, പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇടുക. ഞാൻ പക്ഷേ നേരത്തെ ഇട്ടുവെങ്കിൽ ചക്കക്കുരുവിലേക്ക് ഉപ്പൊക്കെ പിടിക്കുള്ളൂ. അപ്പോഴേ ആ ചക്കക്കുരുവിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ഇട്ടത്. ആദ്യം തന്നെ ഇട്ടാലും ചക്കക്കുരു വേവാത്ത പ്രശ്നമൊന്നും വരില്ല. നമ്മൾ കുക്കറിലാണല്ലോ വേവിക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പോൾ അത്യാവശ്യം തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വരുമ്പോഴേക്കും നമ്മൾ ഓഫ് ചെയ്യുക. തേങ്ങ അരച്ചൊഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളക്കേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിലേക്കൊന്ന് വറവിട്ടൊഴിക്കുക എന്നുള്ളൊരു പണി മാത്രമേ ഉള്ളൂ. വറവിടുമ്പോൾ കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. സാധാരണ നമ്മൾ കറി വറവിടാൻ ഒഴിക്കുന്നതിനേക്കാളും കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് കടുകിട്ട് കൊടുത്തു. കടുക് മാത്രം ഇട്ടിട്ടും വറവിടുന്നവരുണ്ട്. ഞാൻ പക്ഷേ ചുവന്നുള്ളി കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. കടുക് മാത്രമായാലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഉള്ളിയും കൂടി ആകുമ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണത്. ഇപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഉണ്ട്. ഉള്ളി മൊരിഞ്ഞിട്ട് ആ എണ്ണ നമ്മൾ കറിയിലേക്ക് ഒഴിക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കടുകിനേക്കാളും. കടുക് മാത്രം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ചിലർക്ക് ഉള്ളി അരിഞ്ഞ് വറവിടുന്നത് അത്ര ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഈ കറി സാധാരണ ഇങ്ങനെയാണ് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കുക, ഇങ്ങനെ ടേസ്റ്റ് ഉണ്ടോയെന്ന്. കടുക് പൊട്ടിയതിന് ശേഷം ഉള്ളി ഇട്ടാൽ മതി. ഉള്ളി ഒരുവിധം ബ്രൗൺ കളറാകുമ്പോൾ നമുക്ക് കറിവേപ്പിലേക്ക് ഇടാം. കറിവേപ്പില ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. ഞാൻ എല്ലാ കറിയിലും പറയുന്നത് പോലെ തന്നെ കറി കാണാൻ ഒരു ഇതുണ്ടാവാൻ നല്ലതാണ്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ടാൽ മതി. ഞാൻ കറിയിലേക്ക് വറവിട്ട് ഒഴിക്കുകയാണ്. വറവിട്ട് ഒഴിച്ചതിന് ശേഷം നമ്മൾ കറി കുറച്ച് സമയം ഒന്ന് അടച്ച് വെക്കണം. അത് ഏത് കറി ആയാലും അങ്ങനെ അടച്ച് വെക്കുന്നത് നല്ലതാണ്. കാരണം ആ വറവിൻ്റെ ആ ഒരു എണ്ണയും ആ ഒരു ടേസ്റ്റൊക്കെ കറിയിലേക്കൊന്ന് പിടിക്കാൻ, വറവിൻ്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് അധികം പോവാതിരിക്കാൻ നല്ലതാണ്.
വറുത്തൊഴിച്ചതിന് ശേഷം ഒന്നങ്ങ് അടച്ച് വെക്കുക. എന്നിട്ട് മാത്രം നമ്മൾ സെർവ് ചെയ്താൽ മതി. കുറച്ച് സമയം കൊടുക്കുക, ഒരു 5 മിനിറ്റെങ്കിലും കൊടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഞാൻ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി റെഡിയായി. ട്രഡീഷണലായിട്ട് തന്നെ ചെയ്തു വരുന്ന ഒരു രീതിയാണത്. നമുക്ക് പണ്ട് കാലം മുതലേ ഉള്ളൊരു കോമ്പിനേഷനാണ് ചക്കക്കുരു മുരിങ്ങ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.